പോത്തുമ്പി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 5ാമത് വാർഷികത്തോടനുബന്ധിച്ച് സെവൻസ് ഫുട്ബോളിന്റെ താരരാജാക്കന്മാർ എത്തുന്നു. ഇട്ടുളുക്കി നാരായണി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ഒരു കൊല്ലപ്പഴുത്തിനും വേണ്ടിയുള്ള തീവാറുന്ന പോരാട്ടം. ആദ്യ ദിനത്തെ വിസിൽ മുഴങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. താരരാജാക്കന്മാർ മാറ്റുരയ്ക്കുന്ന മത്സരം ആരംഭിക്കുന്നു. അതാരും ഓടരുത്. കളി തുടങ്ങരുത്. അതപ്പുറത്തെ ചായക്കടയില് കുക്കറിന്റെ വിസിൽ കേട്ടാണ്, അല്ലാതെ കളിയുടെ വിസിൽ അടിച്ചതല്ല. നീ എവിടെ ഓടിപ്പോന്നു? മക്കളെ കളിക്കാനാണല്ലേ മുങ്ങല്ലേ? ഓടിപ്പോയല്ല, പിന്നെ എക്സസൈസ് ചെയ്താണോ? ഞാൻ വിചാരിച്ച മറ്റേ ടീമിനെ കണ്ടപ്പോ നീ നൈസായിട്ട് മുങ്ങുവാന്നാ വിചാരിച്ചത്. നിങ്ങളെ കളഞ്ഞിട്ട് ഞാൻ പോകും. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈ കളി. എടാ, നിന്നെയൊക്കെ എവിടെ കളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ അവിടേക്ക് 8 നില പൊളിഞ്ഞിട്ടാ വന്നിട്ടുള്ളത്. നീ ഞാനൊരു കാര്യം പറയാം, 6 മുട്ട അടിച്ചിട്ട് ഒടിച്ചിട്ടാണെങ്കിലും കപ്പ എന്റെ വീട്ടിലെത്തണം. പിന്നെ കപ്പ ഞാൻ സെറ്റ് ചെയ്യാം, മുളകും സെറ്റ് ചെയ്യാം. കുപ്പി നിങ്ങൾ എടുക്കോ? കുപ്പിയാ? കപ്പ വേണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, കപ്പയല്ലടാ. എടാ, കപ്പ് ഇതായിരിക്കുന്ന റോഫി. അങ്ങനെ പറയാം. കപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേറെ എന്താ പരിപാടിയാണെന്ന്. അത് ശരി, ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കൊച്ചു ധൈര്യമായിട്ടിരുന്നോ? 6 കൊച്ച് അല്ല. എടാ, ഞാൻ സ്കോച്ച്. കള്ളം പറയല്ലേ, കാട്ടറമ്മ് എവിടെന്നോ എടുത്ത് ഒറ്റയ്ക്ക് അടിച്ചല്ലേ എന്നെ വിളിക്കാതാ. നല്ല ആള്. ഇന്നലെ നീ അതിനകത്ത് 2 പേർക്ക് നീ കൂടുതൽ അടിച്ചല്ലോ. കളി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ രീതി നിൽക്കണം. ഒറ്റയ്ക്ക് പോയിട്ട് ഇവൻ എന്ത് കാണിക്കാ? എടാ, വരത്തോടെ കയറ്. എടാ, പാസ് കൊടുക്കണം, സുരിക്ക് കൊടുക്ക്. ഇവനെവിടെ പോണു? 2 ഗോളടിച്ച്. ആര്? അവര്. എന്നിട്ട് അന്തസ്സായിട്ട് പണയണ്ട 2 ഗോൾ അടിച്ചാ വേറെ പോയി. ഞാൻ പറഞ്ഞില്ലേ അവനെ മാറ്റ്. എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്ക്. അത് പകരത്തിന് പകരം ഇറക്കണം. അത് ഓ എന്റെ ദൈവമേ, അത് പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട്. അത് തന്നെ, എനിക്കത് കിട്ടൂല. എന്താ ഈ വെയിൽ ഇങ്ങനെ തല അടിച്ചു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് കിട്ടൂല. തണലാണെങ്കിൽ പറ്റും. ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇനി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നീ ആ വാക്കിവിടെ ഒന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയാൽ മതി. പറ, തണലത്തോട്ട് മറിയെന്ന് പറയടാ. സബ്സ്റ്റിറ്റ്യൂട്ട് പറ. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ പരിപാടി തുടങ്ങാം. നാക്ക് കിടന്ന് കറങ്ങി. നീ ഫുട്ബോൾ കളിക്കേണ്ടവൻ അല്ല. നീ ഏതെങ്കിലും മിമിസ്ക് ഗാനങ്ങളൊക്കെ ഋതം ബാക്ക് കളിയാക്കണ്ടെന്ന് ഞാനും കുറെ കളിയെ കളിച്ചിട്ടുള്ളേ. നമ്മൾ നല്ല കളിക്കാരി നമ്മൾ കേട്ടാ. നേരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാതെ അറിയാ. നീ നിന്റെ കളിയെ കുറിച്ചിട്ട് പറയുന്നത്. ഇന്നലെ എന്തായിരുന്നു? എത്ര ഗോൾ അടിച്ചു? ഇന്നലെ എത്ര ഗോൾ അടിച്ചു? നിങ്ങൾ മിണ്ടരുത്. ഇന്നലത്തെ കളിയുടെ കാര്യം ഒരു ഹെഡിങ് വന്ന് കണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടു. നീ ഹെഡ് ചെയ്തില്ലല്ലോ. ഇത് എന്തായിരുന്നു പറയും? ഇത് പുരികം. പിന്നെ ഒളിച്ചിരിക്കണ സ്ഥലം. ഒളിച്ചിരിക്കുന്ന സ്ഥലം? ഓ, എന്റെ ഒരു ഹെഡിലുണ്ടല്ലോ എന്റെ ഈ 2 കൃഷ്ണമണിയുടെ കറങ്ങി ചെയ്തിട്ട് കണ്ട് ഇവിടെയാണ് വന്ന് ഒളിച്ചിരുന്നത്. അത് ശരി. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങിയത്. അപ്പൊ നീ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നീ മണിയില്ലാതാണോ കളിച്ചത്? എന്റെ ഭഗവാനെ, നേരെ കളിയണം. അങ്ങോട്ട് ലെഫ്റ്റ് കൊടുക്ക്, ബാക്ക് കൊടുക്ക്, പൊളിച്ച്. അതുപോലെ എന്നെ അങ്ങ് കോച്ചാക്കല്ലേ. നിങ്ങൾ വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്റെ സൗഹൃദ മത്സരം പറഞ്ഞു. സൗഹൃദ മത്സരമാണ്, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ചെന്നുടനെ ടീം എടുത്ത് അളിയാ സുഖമില്ലടാ നിന്തിരെ പറഞ്ഞ നമുക്ക് ഒരു സാധനം എടുത്താലെന്നോ ചോദിച്ചു. അവരെടുക്കോ? എന്ത്? അവർക്ക് ഭയങ്കര ദേഷ്യം നിൽക്കല്ലേ. ഒരു ബാൾ നമുക്ക് കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല. അവന്മാർ അറിയാവോ? എന്നാലും കളിക്കാൻ അറിയത്തില്ലെന്ന് പറയരുത്. അവരോടെ പുറകെ പട്ടിയെ കിടക്കുന്നു കൊടുത്താണ്. പാസ് കൊടുക്ക്. അത് കളഞ്ഞിട്ട് വരുന്നടാ. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണം. നീ എന്ത് കാണിക്കായിരുന്നു? നീ എന്ത് കാണിച്ചാ അവിടെ കിടന്നു? നിനക്ക് നല്ലൊരു ഹെഡ് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടിയാണോ? ഹെഡ് ഞാൻ ചെയ്യത്തില്ല. അതെന്നെ ഹെഡ് ഞാൻ ചെയ്യത്തില്ല. കാര്യം പറയടാ. എന്റെ കൊച്ചു വന്നിട്ടുണ്ട് കളി കാണാനായിട്ട്. അത് ശരി. അപ്പൊ ഞാനില്ലാതെ നിനക്ക് വേറെ കോച്ചാ? അതല്ല, ഞാൻ കെട്ടാൻ പോകുന്ന ഒരു കൊച്ചാണ് വന്നിരിക്കുന്നത്. കെട്ടാൻ പോകുന്ന കൊച്ചാനിരിക്കുന്നത് നിനക്കെന്താ? ഞാനേ കെട്ടിയുമ്പോഴേ എന്റെ വിഗ്ഗാനം തെറിച്ചു പോയെങ്കിലേ എന്റെ കല്യാണം മുടങ്ങും. അപ്പൊ നിനക്ക് വിഗ്ഗാണ് വരുന്നത്? എനിക്ക് വിഗ്ഗാ വരും. അല്ല, നിനക്ക് കളി ചെയ്യിപ്പിക്കണമെന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കൊച്ചെവിടെയാണെന്നൊന്ന് പറഞ്ഞു. ആണ്ടിരിക്കുന്ന എന്റെ കൊച്ചു. പ്രായമുള്ളതിനൊക്കെ ഇതേ പ്രേമിച്ച് പിടിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഏത് പ്രായമുള്ളത്? എടാ, അവരുടെ മടിയിൽ ഒരു കൊച്ചിരിക്കുന്ന കണ്ടില്ലേ? അയ്യോ, അത് മടിയിരിക്കുന്ന കൊച്ചല്ല, പിന്നെ അത് കറുത്ത ഹെൽമെറ്റ് ആണ്. അയ്യോ, ഒരു കാര്യം, നീ ഹെഡ് ചെയ്തോ പോട്ടെ. ഭാഗ്യം കൊണ്ട് നമുക്കത് ഫ്രീ കിക്ക് ആയിട്ടുണ്ട്. ഫ്രീ കിക്ക് കളയരുത് മക്കളെ. അടിച്ചു പൊളിക്കണം. തകർക്കും ഞാൻ. ഫ്രീ കിക്കാണ്, ഫ്രീ കിക്ക്. എനിക്ക് കൊടുത്താ എന്തുവാ? ഫ്രീ ആയിട്ട് കേക്ക് കിട്ടിയെങ്കിൽ അമ്മ കൂടെ ചോട്ടിടിക്കാൻ പറ്റൂടാ. ഫ്രീ കേക്ക് അല്ലടാ, ഫ്രീ കിക്ക്. പറയാതെ ഞാൻ റെഡിയാണോ? കളയരുത്. ഇല്ല. ഓക്കെ. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. ഫ്രീ കിക്ക്. നിങ്ങളിത് കാണുക. എടുത്തേക്കല്ല, അത് കളഞ്ഞു പോയി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എടാ, നല്ലൊരു ഫ്രീ കിക്ക് അല്ല. നീ എടുത്തേക്കാലം എന്തിനാ? ഞാൻ കോച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ ജോലി ചെയ്യുന്നത്? നീ ഗൾഫിൽ അല്ലേ? ഇടത്തോട്ടല്ലേ?
ഗൾഫിലല്ലേ ഒരു കാര്യം ചെയ്യടാ, നിന്റെ സൗകര്യത്തിന് ആ പോസ്റ്റ് കൊണ്ട് അവിടെ ഇട്ടിട്ട് അപ്പൊ നിനക്ക് അടിക്കാൻ അപ്പൊ സൗകര്യം. അങ്ങനെ വേണം. ഇവൻ 2 കവർ ഈത്തപ്പഴം കൊണ്ട് തന്നപ്പോഴത്തെ എന്നെ തൊലക്കാമെന്നാണ്. പോയി കൊള്ളില്ല. ഒരു അവമാരൊന്നുമല്ല വേണ്ടി. മക്കളെ അടുത്ത നീ ഇറങ്ങണ്ടത്. ഇറങ്ങിക്കോളാം, ധൈര്യമായിട്ട്. വാമപ്പി. എടാ ഞാൻ അവനെ വിളിക്കട്ടെ തിരിച്ച്. അവനെ വിളിച്ച് എന്നെ ഇറക്ക്. വാടാ പെലെ വാടാ. പെലെ വാ, മധു കളിക്കും മധു. താണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കുളിന്ന് വിളിക്കാവൂ. പുളിയാ? കുളി മധു. പുളി മധു. അവന്റെ പേരെന്താണ്? അവന്റെ പേര് പെലെ. അവന് പെലെ ആണെങ്കിൽ എനിക്ക് കുളി ആയിക്കൂടെ? കോച്ചേ അപ്പൊ 2 പേരും അപ്പുറം മതി. ഒരുത്തൻ പെലെ ഒരുത്തൻ കുളി. ഇന്നത്തെ കളി എന്റെ പെലെ കുളി. കോച്ചേ കോച്ചെന്നെ വിളിച്ച് നന്നായി. എന്താ? അല്ലാതെ മഞ്ഞവെള്ളം ഛർദ്ദിച്ച് ഞാൻ മരിച്ചു പോയേനെ. ഞാൻ കണ്ടറാ രവിന്റെ മൂലെ ചെന്നേച്ച് മഞ്ഞവെള്ളം ഛർദ്ദിച്ചിരിക്കുന്നത്. മനപ്പുറം വിളിച്ച് കയറ്റിയതാ. കോച്ചെ അമ്മാര് ഭയങ്കര കള്ളക്കളിയാ. ആര്? അമ്മാര് ഒരു 10-15 പേര് കളിക്കുന്നുണ്ടെന്ന്. 15 പേരാ? പിന്നെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടെന്ന്. സെവൻസ് എന്ന് പറഞ്ഞ 7 14 പേരെ കോട്ടിലുണ്ട് ഇപ്പൊ. പിന്നെ അവിടെ ഒത്തിരി പേരുണ്ടെന്ന്. കാര്യം പിടികിട്ടിയാ? കോർണർ കിക്ക് എടുത്തപ്പോഴത്തേന് പന്തിൽ ചെട്ടിന്റെ വരെ പോസ്റ്റ് ഇടിച്ചിട്ട് കിളി പറഞ്ഞ് നിൽക്കും. കോച്ചേ കോച്ചേ ആ 7-ന്റെ വെള്ളം എനിക്ക് ഇച്ചിരിതാ. 7-ന്റെ വെള്ളം? എന്ത്? ഓ മറ്റേ പച്ച കുപ്പിക്കകത്തുള്ള. എന്റെ ദൈവമേ, അത് 7up. ആ അത് ഇച്ചിരിയാ. പച്ചവെള്ളം തരത്തില്ല. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ടാ? ഇവിടെ നമ്മളിപ്പോ മൊത്തം 8 പേര്. 8 പേരാ? ഒറ്റടി ഞാൻ വെച്ചിട്ട് അടുത്ത കളി ഞാൻ പറിക്കും. അവിടെ പോരാ പൊന്നേടാ. അടുത്ത നീ ഇറങ്ങണം. അടുത്ത ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. എനിക്ക് നിന്നെ മാത്രം വിശ്വാസമുള്ളൂ. മക്കളെ 5 ഗോളം മരിപ്പ് വെച്ചിട്ടുണ്ട്. നീ 5 ഗോളം കൂടെ അടിക്കണം. എന്നിട്ട് പരിമല വെങ്കിൽ പിടിക്കണം. സമനിലെന്നാണ് ഉദ്ദേശം? ദൈവമേ, എന്റെ കളി കണ്ടിട്ട് എന്റെ സമനിലയിലിരിക്കുകയാണ്. എല്ലാം പോയി. ഒരു കാര്യമുണ്ട്. 6 ഗോൾ അടിക്കണം നമ്മൾ ജയിക്കണമെങ്കിൽ. വാമപ്പ് കേട്ട് നിങ്ങൾ വേറെ കാര്യം ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മള് അയ്യോ എന്നാടാ? എന്നാ പറ്റിയടാ? എന്നാ പറ്റി? എന്നാ പറ്റിയടാ നിനക്ക്? തുടയെ പിടിച്ച് ആര്? കോച്ച് തുടയെ പിടിച്ച്. കോച്ച് എന്നെ വൃത്തിയാടാ കൊച്ച കാണിച്ചേ. പിടിച്ചേ. എടാ ഞാൻ തുടയെ കയറി പിടിച്ചെന്ന് ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. എടാ ചേമ്പല പുഴുകി. തുടയെ കയറി പിടിച്ചെന്നല്ല, അവന്റെ തുടക്കി കോച്ചി പിടിച്ചെന്നാ. ഞാൻ റെഡിയാക്കിക്കോളാം. എന്തുവാടാ ഇത്? എനിക്ക് ഇങ്ങനെയൊക്കെ തൊട്ട് കഴിഞ്ഞ് ഇക്ലിയാവും. എനിക്കറിയാം നിന്റെ ഉടായ്പ മാത്രമേ ഉള്ളൂ. മാറിക്ക് റെഡിയൊക്കെ ഓക്കെ ഇറങ്ങി 6 ഗോൾ അടിക്കണേ. ഞാൻ ഏറ്റവും 6 തകർക്കണം. പാസ്വേഡ് മൈനസ് പാസ്വേഡ്. നീ കളിക്കടാ. ഞാൻ കളിച്ച പോലെ കളിക്കലാ. എന്നാ ഞാൻ കളിച്ച പോലെ കളിക്കാൻ പറയുന്നു. നീ ഫസ്റ്റ് ഹാഫ് നീ അവിടെ കളിക്കാൻ ഇറങ്ങിയല്ലേ? നീ അവിടെ കപ്പ പറിക്ക് വരുന്ന 5 ഗോൾ അടിച്ചപ്പം അല്ല മിണ്ടിപ്പോരുത്. ഹലോ, കളി നടക്കുന്നു. ഒന്നടിച്ചു. ഒന്നടിച്ചാ? രണ്ടടിച്ചു. കൂടി 2 അടിച്ചു. പെല വട്ടം മൂന്നടിച്ചു. അവൻ 6 അടിച്ചേ. ആണെങ്കിലും അവന്മാരും ആണെങ്കിലല്ല അടിച്ചിട്ടോടത്ത 6 ഗോള്. പിന്നല്ലാതെ അടിപൊളി. നമ്മള് 6 ഗോൾ അടിച്ചപ്പോ ജയിച്ചില്ലേ? നമ്മളല്ലേ സന്തോഷിക്കേണ്ടത്. അവന്മാരുടെ ടീം എന്താണ് കടന്നുള്ളുന്നത്? അവിടെയാണ് ഞാൻ അടിച്ചത്. എവിടെ? ഫുട്ബോളിന് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോ കോർട്ട് മാറും. അത് നിനക്കറിയാവാ? പറഞ്ഞില്ല. ഈ നമ്മുടെ കോർട്ടിലോട്ട് 6 കൊണ്ട് അടിച്ചു കൊടുത്തു. ആരും പറഞ്ഞില്ല. അത് ആരും പറഞ്ഞില്ലേ? എങ്ങനെയാണെങ്കിലും നമ്മളാ ജയിച്ചത്. എങ്ങനെയാ? നീ ഇപ്പൊ പോയി 6 ഗോൾ അടിച്ചാ, അവർ 5 അടിച്ചാ, അപ്പൊ അവർക്ക് 11 ഗോള്. ഇപ്പൊ അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കും. എന്തൊരു മണ്ടത്തരം പറയണ. എത്ര ഗോൾ ഉണ്ടായിരുന്നു? അവർക്ക് 5. മൊത്തം 11 ഗോളല്ലേ? അവന്മാർ 5 അടിച്ച്, നമ്മൾ 6 അടിച്ച്. നമ്മളല്ലേ കൂടുതൽ അടിച്ചത്. അപ്പൊ നമ്മളല്ലേ ജയിച്ചത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ 6 ഗോൾ അടിച്ച് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കണമെന്നാണ് ജയിക്കണം. നമ്മൾ ജയിച്ച്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഈശ്വര. ഞാൻ എന്റെ മുടി പെറിച്ച എനിക്ക് മനസ്സിലാവുന്നില്ല. പറ എന്റെ കോച്ച്. കോച്ച് അവനാണ് 6 ഗോൾ അടിച്ചത്. അവർ 5 ഗോളേ അടിച്ചുള്ളൂ. ഗോള് കൂടുതൽ അടിക്കുന്നവരല്ലേ ജയിക്കില്ലേ? ദൈവമേ, വന്നതും നിന്നതും ഒക്കെ പാലാന്നേ. കോച്ചേ, ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ കോച്ചല്ല. ഇവൻ ആദ്യം പറഞ്ഞില്ലേ, ഇന്ന് മുതൽ കട്ട റമ്മു അടിച്ച് നടക്കുന്ന കോച്ച്.
रे ग म ग म ग म ध